ഇക്കഴിഞ്ഞ വിഷുവിന് കേരളത്തിൽ ചർച്ചയായിട്ടുള്ള വിഷയങ്ങളൊന്നായിരുന്നു യൂത്ത് ലീഗിൻ്റെ നേതാവായിട്ടുള്ള നജ്മ തബ്ഷീറ. അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോയും അതുമായിട്ട് ബന്ധപ്പെട്ട കമൻറ്റുകളും ചർച്ചകളൊക്കെ. ആ വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അവർ വിഷുവിൻ്റെ അന്ന് രാവിലെ കൽപ്പാത്തിയിലൂടെ പോയിട്ട് അവരും അവരുടെ കുട്ടിയും കണി കാണുന്നു. അതേപോലെ തന്നെ വിഷുവിൻ്റെ ബാക്കി ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ താഴത്ത് ഒരുപാട് കമൻറ്റുകൾ വരുന്നു. ഒരു മുസ്ലിം ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഒരു മുസ്ലിം ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അതേപോലെ തന്നെ പലതരത്തിലുള്ള കമൻറ്റുകൾ, പല സ്വഭാവത്തിലുള്ള കമൻറ്റുകൾ വരുന്നു. അതിൽ പല കമൻറ്റുകളും തിരുത്തുന്നതാണ്, അത് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്, ഒപ്പീനിയൻ പറയുന്നതാണ്. അതിൽ ആ കമൻറ്റുകളെ പറ്റിയിട്ടുള്ള കമൻറ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും, സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കമൻറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഫ്രെയിമിൽ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനൊരു വിഷയത്തെ, അഥവാ ഇപ്പോൾ നമ്മളെല്ലാം സെക്യുലർ ആണെന്ന് പലപ്പോഴും പറയാറുള്ള ആളുകളാണ്. അപ്പോൾ ആ സെക്യുലർ ആണെന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും പല രീതിയിൽ മറ്റു മതങ്ങളോടുള്ള സൗഹാർദ്ദം നമ്മൾ കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൽ നാച്ചുറലായിട്ട് വരുന്ന കാര്യമുണ്ട്. പലപ്പോഴും പല ജനപ്രതിനിധികളും അത് കുറച്ചും കൂടി ആർട്ടിഫിഷ്യൽ ആക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ആസ് എ മുസ്ലിം ഈ വിഷയങ്ങൾ കാണേണ്ടത്? ഇനി ആ വിഷയങ്ങൾ കാണുമ്പോൾ അതിലൊരു തെറ്റ് കണ്ടാൽ പോലും എങ്ങനെയാണ് തിരുത്തേണ്ടത്? ആസ് എ മുസ്ലിം മാത്രമല്ല, ഏത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ റെലവൻ്റ് ആണ്. കാരണം ഒന്നാമത്തെ ഒരു കാര്യം, ഈ വിഷയം ഉണ്ടായപ്പോൾ നജ്മയുടെ ഈ ഒരു റീല് ഇങ്ങനെ ഒരു തലക്ക് വിവാദമായപ്പം രണ്ട് തരത്തിലുള്ള സമീപനമാണ് അതിൽ കാണുന്നത്. ഒന്ന് സപ്പോർട്ടിങ് ഉണ്ട്, അത് ഒബ്വിയസ്ലി. രണ്ടാമത്തത് അതിനോട് വിയോജിപ്പുണ്ട്. ഇന്ന കാര്യങ്ങൾ ഇതിൽ നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് വളരെ മാന്യമായി തന്നെ എഴുതിയ ഒരുപാട് കമൻറ്റുകൾ കാണാൻ പറ്റും. വേറെ ചില കമൻറ്റുകൾ എന്താ വെച്ചാൽ അവർ അധിക്ഷേപിച്ചുകൊണ്ട്, പിന്നെ അവരെ പേഴ്സണലിയും അതുപോലെ തന്നെ അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പാർട്ടിയിലുള്ള അണികളും അല്ലാത്തവരും പുറത്തുള്ള ആൾക്കാരും ഉള്ളിലുള്ള ആൾക്കാരും ഒക്കെ കൂടി പല രൂപത്തിലുള്ള പിന്നെ നെഗറ്റീവ് കമൻറ്റുകൾ, അധിക്ഷേപങ്ങൾ, തെറികൾ അടക്കം ചിലതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഏത് വിഷയമാണ്. ഇപ്പോൾ ഈ ഒരു കാര്യത്തോട് നിങ്ങൾ വിയോജിക്കുകയാണെങ്കിൽ പോലും ആ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിന് ഒരു രീതിയുണ്ട്, അല്ലേ? അതിപ്പോൾ വിശ്വാസികളാണെങ്കിൽ പ്രത്യേകിച്ചും അവരെന്ത് ചെയ്യണം, ആ ഒരു രീതിശാസ്ത്രം കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ്. ഇത് ഈ വിഷയത്തിൽ മാത്രമൊന്നുമല്ല. ഇപ്പം ഏതെങ്കിലും ഒരു മുസ്ലിം പേരുള്ള ഒരു പെൺകുട്ടി അവർ തട്ടടാതെ ഒരു ഫോട്ടോ ഇട്ടാൽ നിനക്ക് തട്ടമിട്ടൂടെ പെണ്ണേ എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടും. അവിടെ നിങ്ങൾക്ക് ഓക്കെ, ഒരു മുസ്ലിം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡൻറ്റിറ്റിയാണ് ഹിജാബ് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവാം. പക്ഷെ അത് ഇടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് തിരുത്തേണ്ട രീതിശാസ്ത്രം ഇതല്ല. അതുകൊണ്ട് ഉണ്ടാകുന്ന എഫക്റ്റും അതല്ല. തട്ടടാത്ത ഒരാളുടെ താഴ്ത്തു പോയിട്ട്, അല്ലെങ്കിൽ വസ്ത്രധാരണ ശരിയാകാത്ത ഒരാളുടെ താഴ്ത്തു പോയിട്ട് ഇപ്പോൾ പലപ്പോഴും പല ആളുകളും അതിനെ എന്താ പറയുക, വൃത്തികേടിനോട് സമീപിക്കാറുണ്ട്. നിങ്ങൾ ഇങ്ങനെ വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങൾ അതിനെ പോലെയാണെന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുന്നതിലൂടെ ഇയാൾക്ക് തട്ടണം തോന്നൂല, ഒന്ന്. രണ്ട്, ഈ തട്ടെന്ന് പറയുന്ന വസ്ത്രത്തോട് ഈ കമന്റ് കാണുന്ന ഒരാൾക്ക് ഒരു പോസിറ്റീവ് ഫീൽ കിട്ടില്ല, കിട്ടുക. അതേപോലെ ഈ സമുദായത്തോട് നെഗറ്റീവ് ഫീലാണ് കിട്ടുക. അപ്പൊ നമ്മൾ എന്തിനാണ് ഒരു കാര്യം പറയുന്നത്, എന്തിനാ പറയുന്നത്? ഒന്ന്, ഈ ആൾക്കൊരു മാനസാന്തരം തോന്നാൻ. ഇപ്പോൾ ഒരു തെറ്റ് തിരുത്തുന്ന സമയത്ത് കേട്ടോ, ആ തെറ്റ് ചെയ്ത ഒരാൾക്കൊരു മാനസാന്തരം തോന്നാൻ, അല്ലെങ്കിൽ ഈ തെറ്റിനെ പറ്റി ഇയാൾക്ക് മാനസാന്തരം തോന്നിയിട്ടില്ലെങ്കിലും ഇത് കാണുന്ന ഓഡിയൻസിന് ആ തെറ്റിനെ പറ്റി ഒരു ബോധ്യം വരാൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തോട് നമ്മൾ പറയുന്ന വിഷയത്തോട് ഒരു അനുകൂല സമീപനം ഉണ്ടാവാൻ. ഇതാണ് നമ്മൾ പറയുന്നതിന് ലക്ഷ്യം. നമ്മൾ ആരോടാണോ പറയുന്നത്, അയാളോ അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകളോ, ഈ രണ്ടിലൊരാൾക്ക് നമ്മൾ പറയുന്ന കാര്യം ശരിയാണെന്ന് തോന്നലാണല്ലോ ലക്ഷ്യം. തട്ടവിട്ടോടെ പെണ്ണ എന്നുള്ള കമന്റ് കണ്ടിട്ട് ലോകത്ത് ഇതുവരെ ആരെങ്കിലും ഒക്കെ തട്ടവിട്ടുണ്ടാവുമോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ഇപ്പം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിലൊക്കെ ഇതിന് വളരെ നല്ല, പിന്നെ ഈവൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ പോലുമല്ല, വളരെ നമ്മളൊക്കെ ഒരു പക്ഷേ നമ്മൾ പോലും വളരെയധികം പിന്നെ സീരിയസ് ആയിട്ട് എടുക്കാൻ സാധ്യതയുള്ള ഒരു അറബിയായ ഒരു വ്യക്തി, ഒരു കാട്ടറബിയായ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, പള്ളിയിൽ മൂത്രമൊഴിക്കുകയാണ്. അപ്പൊ പള്ളിയിൽ ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ അപ്പോ അത് പള്ളിയിൽ മാത്രമല്ല, ഏത് ആരാധനാലയത്തിലും അങ്ങനെ അമ്പലത്തിലാണെങ്കിലും ചർച്ചിലാണെങ്കിലും ഒക്കെ ഒരാൾ വന്നിട്ട് മൂത്രം വെച്ചാൽ അവിടെ കലാപം നടക്കൂലേ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ എനിവേ അങ്ങനൊന്നും സംഭവിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അതിനോട് ആ നിലക്ക് റിയാക്ട് ചെയ്യുന്നതാണ് പിന്നെ മുഹമ്മദ് നബിയുടെ അനുചരന്മാർ പല ആളുകളും അങ്ങനെ പെട്ടെന്ന് തന്നെ വളരെ ക്ഷോഭിച്ചുകൊണ്ട് അതിനോട് റിയാക്ട് ചെയ്യുന്നു. പക്ഷേ മുഹമ്മദ് നബി എന്താ ചെയ്തത്? നബി അവിടെ അവരോടൊക്കെ നിർത്താൻ പറഞ്ഞിട്ട് അയാളത് ലെറ്റ് ഹിം കംപ്ലീറ്റ് എന്നാണ് പറഞ്ഞത്. അതൊന്ന് തീർക്കട്ടെ, മൂത്രമൊഴിച്ച് തീർക്കട്ടെ. എന്നിട്ട് തീർത്തതിന് ശേഷം അയാൾ വിളിച്ച് വരുത്തുന്നു. എന്നിട്ട് ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇത് മൂത്രമൊഴിക്കേണ്ട സ്ഥലമാണോ, ഇവിടെ മൂത്രമൊഴിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ എന്നിട്ടോ അത് വൃത്തിയാക്കാൻ നബിന്റെ അനുചരന്മാരെ ഏൽപ്പിക്കുകയാണ്, സ്വഹാബികളെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അവർ വൃത്തിയാക്കുന്നു, ഇയാൾ പോകുന്നു. അയാളെ ഉറപ്പാണ്, അയാൾ ജീവിതത്തിൽ, അയാൾ മുസ്ലിം ആകണമെന്നൊന്നുമില്ല, ജീവിതത്തിൽ ഈ പറഞ്ഞ രൂപത്തിൽ ഒരു ആരാധനാലയത്തിൽ പിന്നെ ഈ പരിപാടി ചെയ്യൂല. അതാണ് തിരുത്തലിൻ്റെ രീതിശാസ്ത്രം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ഇത് വളരെ റെലവൻ്റ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. യെസ്, ഇപ്പോൾ ഈവൻ നമുക്ക് ഖുറാനിൽ കാണാൻ കഴിയുന്നത്, ഇപ്പോൾ ഈ അങ്ങേയറ്റം പ്രശ്നങ്ങൾ ചെയ്ത ആൾക്കാരോട് കേട്ടോ, ആ പ്രശ്നങ്ങൾ ചെയ്ത നമ്മളോട് അത്രത്തോളം ശത്രുതയിൽ പോലും നിൽക്കുന്ന ആളുകളോട് എങ്ങനെ സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അവരിൽ നിന്ന് മാറി നിൽക്കാൻ പറയുമ്പോൾ പോലും അവരോട് പറയുന്നത് ഫഖുല്ലഹും ഫി അൻഫുസിഹിം ഖൗലൻ ബലീഗ, എഫക്റ്റീവായ
അഥവാ അവരുടെ മനസ്സിൽ തറക്കുന്ന, അവരുടെ മനസ്സിനൊരു മാറ്റം ഉണ്ടാക്കാൻ തോന്നുന്ന വാക്കുകൾ പറയാം. അതായത് മറ്റൊരു ഹദീസ് പ്രവാചകൻ പറയുന്നത് കുൽ ഖൈറൻ ഔ ലിയസ്മുത്, നല്ലത് പറയാം അല്ലെങ്കിൽ മിണ്ടായിരിക്കുക. നല്ലത് പറയുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മാറ്റം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു മെസ്സേജ് ആയിരിക്കണം, അല്ലെങ്കിൽ ഔ ലിയസ്മുത്, നമ്മളതിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തിരുത്തണമെങ്കിൽ, ഇപ്പോൾ ഈ വിഷയത്തിലെ തിരുത്തലുകൾ എന്താണെന്നുള്ള അതിലേക്ക് പിന്നീട് വരാൻ ഇൻഷാ അല്ലാഹ്. തിരുത്തണമെങ്കിൽ തന്നെ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് തിരുത്തേണ്ടത്, എങ്ങനെയാണ് ആ തിരുത്തൽ സംഭവിക്കേണ്ടത്, എങ്ങനെയാണ് അടുത്ത വാക്കുകൾ പ്രയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ആദ്യമായിട്ട് പറഞ്ഞു നോക്കേണ്ടത്. പിന്നെ ഇനി നമ്മൾ ഈ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത്തരത്തിലുള്ള ആശംസകൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇത് പ്രധാനമായിട്ടും നമ്മളും ഈ സൊസൈറ്റി ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലാണ് എന്നുള്ള ഒരു ധാരണയാണ്. അപ്പോൾ ഇതിൽ പലപ്പോഴും നമുക്ക് കാണുന്ന, നേരത്തെ പറഞ്ഞ ഒരു ആർട്ടിഫിഷ്യൽ മതേതരത്വ പ്രദർശനം പലപ്പോഴും സംഭവിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഞാനും എൻ്റെ മുസ്ലിം സുഹൃത്തും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹിന്ദു സുഹൃത്തും, അങ്ങനെ നമ്മൾ വളരെ സ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളെ പോലും ഈ കേരളത്തിന് പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പല റീലുകളിലും കുറച്ച് മുമ്പ്, ഇപ്പം അങ്ങനത്തെ റീലുകളെല്ലാം വരുന്നില്ല. കണ്ടലുകൾ എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിലച്ഛൻ്റെ പോലെ വസ്ത്രം ഇട്ട് വെക്കുന്ന ഒരാൾ, മറ്റൊരാൾ തൊപ്പിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരാൾ, മറ്റൊരാൾ പൂണൂലൊക്കെ ഇട്ട് അതേപോലെ തന്നെ ഒരു പൂജക്കൊക്കെ പോകുന്ന ഒരാൾ. ഇവർ 3 പേരും ഒരുമിച്ച് ഒരു സൈക്കിളിൽ പോകുന്നു, ഒരു ബൈക്കിൽ പോകുന്നു. അപ്പോൾ മതേതരത്വം പൂത്തുലഞ്ഞു, അല്ലെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി അങ്ങനെ പ്രത്യേകം ചെയ്യുക, അല്ലെങ്കിൽ അമ്പലത്തിന് പുറത്ത് അവനെ വെയിറ്റ് ചെയ്യുന്ന, ഇതൊക്കെ നാച്ചുറലി നടക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. സ്വാഭാവികമായിട്ട് നടക്കുന്നതാണെങ്കിൽ ഇതൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷെ അങ്ങനെയാണ് മതേതരത്വം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള റീലുകൾ ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ കുറച്ചുകൂടി ഇപ്പോൾ ഈ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ, ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ, ഹൈന്ദവനായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു, മുസ്ലിം ആരാധനകളിൽ പങ്കെടുക്കുന്നു. മുസ്ലിം ആയിട്ടുള്ള ഒരാൾ ഹൈന്ദവ ആരാധനകളിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ആരാധനകളിൽ പങ്കെടുക്കുമ്പോഴാണ് മതേതരത്വം പൂർണ്ണമാവുക. അത് വലിയ റീലുകളാവുന്നു. ഈവൻ സുരേഷ് ഗോപി പോലും ഒരു നോമ്പ് വർക്കൊക്കെ എവിടെ പോയിരുന്നു, നിസ്കരിക്കാനൊക്കെ പോയിരുന്നതാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഒരു ഹൈന്ദവനായ ഒരാൾ നിസ്കരിക്കുന്നു. അപ്പോൾ അതിൽ ഒരു സിംബോളൈസേഷൻ എന്നൊക്കെയാണ് പറയാന്നുണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ? നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസമുള്ള ആളുകൾ ആ ഏകദൈവത്തിന് മുന്നിൽ മാത്രം നടത്തേണ്ടുന്ന ആരാധന എന്ന നിലയ്ക്ക് അവർ മനസ്സിലാക്കുന്ന ഒരു സമർപ്പണമാണ് യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന് പറയുന്നത്. അതിൽ വിശ്വാസം ഇല്ലാത്ത ഒരാൾ വെറുതെ അങ്ങനെ കാട്ടിക്കൂട്ടേണ്ട കാര്യമുണ്ടോ? അവർക്ക് ഒരു ജോസഫ് വിജയ്, തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ പുതുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടി മത്സരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതേപോലെ തന്നെ കുറേ സ്റ്റൺസ് കാണിക്കുന്നുണ്ട്. അതിൽ സ്റ്റൺസിൽ ഒന്നാണ് അദ്ദേഹം പോയിട്ട് നിസ്കരിക്കുന്നുണ്ട്. സിനിമാടൻ വിജയ്. അപ്പോൾ നിസ്കരിക്കുന്ന ഇടയിൽ അയാൾ ഇങ്ങനെ നിസ്കരിക്കുന്ന ഇടയിൽ പുറത്ത് കുറേ ആൾക്കാരുണ്ട്. ഇതെന്താ നിസ്കാരം എന്നറിയാത്തതുകൊണ്ട് കൂടിയാണ് അങ്ങനെ കൈ ഉയർത്തി ഇങ്ങനെ കാണിക്കുന്നത് നിസ്കാരത്തിൻ്റെ ഇടയിൽ. അത് അദ്ദേഹം ചെയ്യേണ്ട ആവശ്യമില്ല. മുസ്ലിങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വോട്ട് അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ അതേ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അതെ, അത് ഇപ്പം നമ്മളാരും ഇപ്പം ഒരു മുസ്ലിങ്ങളായ ആളുകൾ ഇന്നയാൾ വന്നിട്ട് പിന്നെ വി ഡി സതീശൻ വന്നിട്ട് നിസ്കരിക്കുന്നുണ്ട് എന്ന്, അതല്ല യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളോട് അയാൾക്ക് നല്ല നിലപാടാണോ എന്ന് അറിയാനുള്ള ഒരു മാനദണ്ഡമായി ആരും അത് എടുക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. കാരണം വി ഡി സതീശനോ അല്ലെങ്കിൽ പിണറായി വിജയനോ വന്നിട്ട് നിസ്കരിക്കുന്നതിലല്ല കാര്യം. കാരണം വി ഡി സതീശന് ഈ ഇസ്ലാമിൽ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല നിസ്കാരം. അല്ലെങ്കിൽ പിണറായി വിജയന് ദൈവത്തിൽ വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ അയാൾ ഏതെങ്കിലും അമ്പലത്തിൽ പോവുകയോ പള്ളിയിൽ പോവുകയോ ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മൾ ഒരു സമൂഹത്തിലാണ് അല്ലെങ്കിൽ ഒരുമിച്ചാണ് എന്ന് കാണിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഓക്കെ, ഈ മുസ്ലിം സമൂഹത്തോട് എനിക്ക് കൺസേൺ ഉണ്ട് എന്നെങ്ങനെയാണ് കാണിക്കേണ്ടത്? പിന്നെ അവർക്ക് ഏതെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കുക. അല്ലെങ്കിൽ പിന്നെ വളരെ നോർമലായി തന്നെ ഈ സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ദാരിദ്ര്യം ഒരു പ്രശ്നമാണ്, എല്ലാവർക്കും ഉണ്ടാവും. അതിൽ മുസ്ലിങ്ങളുണ്ടാവും, ഹിന്ദുക്കളുണ്ടാവും, ക്രിസ്ത്യാനികളുണ്ടാവും. അതിൽ എല്ലാവർക്കും ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സഹായങ്ങൾ ചെയ്യുക, അതിൽ അനീതി ഇല്ലാതിരിക്കുക. അതേപോലെ തന്നെ പിന്നെ ഈ എന്തെങ്കിലും ഈ രോഗം വരിക അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനുള്ള ചികിത്സാ സഹായം നൽകുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ അനീതി കാണിക്കാതെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളെയും സഹായിക്കുക. പ്രത്യേകിച്ചും മറ്റ് മതത്തിലുള്ളവരെ കുറച്ചും കൂടി കൂടുതൽ കൺസിഡർ ചെയ്യുക. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെയുള്ള കുറച്ച് അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ കൂടി പരമാവധി കുറച്ചുകൂടി കൂടുതൽ കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ആ നിലക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ വന്ന് നിസ്കരിക്കുന്നതിൽ എന്താ അർത്ഥം? ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഈ നജ്മയുടെ റീലിൽ കണ്ട ഒരു നജ്മയും അതേപോലെ തന്നെ ആ കുട്ടിയും ഒരു വിഗ്രഹങ്ങളുടെ മുമ്പിൽ കണിയാണ്. അപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണെന്ത്, ഏത് മനുഷ്യനും അറിയാവുന്നൊരു കാര്യമാണ്, മുസ്ലിമിന് അവൻ ഏകദൈവ വിശ്വാസിയാണ്, അവന് വിഗ്രഹാരാധകനല്ല. വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കണി കാണുക അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കാണിക്ക വെക്കുക എന്നുള്ളത് ഒരു മുസ്ലിം അത് വിശ്വസിച്ചുകൊണ്ട് ചെയ്യില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അഥവാ അവൻ്റെ വിശ്വാസം നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്താൽ ഈ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് ഹൈന്ദവർക്കും അറിയാം എന്താണ് മുസ്ലിമിൻ്റെ വിശ്വാസം എന്നുള്ളത്. അവർ വിഗ്രഹ ആരാധകരല്ല എന്നുള്ളത് ഹൈന്ദവർക്കറിയാം, ക്രൈസ്തവർക്കറിയാം. ഏകദൈവ വിശ്വാസത്തെ പറ്റി മുസ്ലിങ്ങളെ ബോധ്യം എന്താണെന്നുള്ളത് ഒരുവിധം കേരളക്കാർ
ആൾക്കാർക്കെല്ലാം അറിയാം. അപ്പോൾ അത് അവർക്ക് എല്ലാം അറിയുന്ന ഒരു വിഷയമാണ്. ഒരു മുസ്ലിം അങ്ങനെ ചെയ്യാൻ അവരാരും ഡിമാൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നജ്മ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പെരിന്തൽമണ്ണയിൽ ഒരു കൗൺസിലറായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് വിജയിച്ച ഒരാളാണ്. അവിടെ ഒരുപാട് ഹൈന്ദവർ നജ്മക്ക് ഉറപ്പായിട്ടും വോട്ട് ചെയ്തിട്ടുണ്ടാവും. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ വിഗ്രഹത്തിന് മുമ്പിൽ പോകാറുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ പോയാൽ ഞങ്ങൾ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ പോയാൽ ഞങ്ങൾ എന്തെങ്കിലും ഫേവർ ചെയ്യുക? കാരണം അവരത് ഡിമാൻഡ് ചെയ്യൂല. കേരളത്തിൽ ഒരു ഹൈന്ദവനും അതിനി ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ സംഘടനകളുടെ പ്രതിനിധിയായിട്ടുള്ള ആളാണെങ്കിൽ പോലും അവരൊരിക്കലും ഒരു മുസ്ലിമിൻ്റെ നിന്ന് ഡിമാൻഡ് ചെയ്യൂല, ഒരു മുസ്ലിമിൻ്റെ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം മുസ്ലിം ചെയ്യേണ്ട കാര്യമില്ലെന്ന് അവർക്ക് അറിയാം. മുസ്ലിമിൻ്റെ വിശ്വാസം നേരെ വിരുദ്ധമായ ഒരു കാര്യമാണ്, മുസ്ലിം വിശ്വാസത്തിന് നേരെ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ ഇപ്പോൾ കണി കാണലാണെങ്കിലും എൻ്റെ ബിഹൈൻഡിൽ എന്ന് വെച്ചാൽ ഒരു വർഷത്തിൻ്റെ ആരംഭത്തിൽ ആദ്യത്തെ ദിവസത്തിൽ ഈ വിഗ്രഹത്തിന് മുന്നിൽ നമ്മൾ കാണിക്ക വെക്കുകയാണെങ്കിൽ, അതിനെ കണി കാണുകയാണെങ്കിൽ നമ്മൾ ഈ വർഷം മൊത്തം ഐശ്വര്യം ഉണ്ടാവുന്നതാണ് വിശ്വാസം. ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം എങ്ങനെയാണ്? എല്ലാ ഐശ്വര്യങ്ങളും എല്ലാത്തിനെയും സൃഷ്ടിച്ച പടച്ചവനിൽ നിന്നുള്ളവൻ മാത്രമാണ് എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം. ആ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതിനോട് യോജിപ്പ് ഉണ്ടാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന മാത്രമല്ല എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അംഗീകരിക്കുന്നവരാണ്. അവർക്കൊരു പ്രശ്നമില്ല. അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞല്ലോ, ഒരു വി.ഡി. സതീശൻ വന്ന് നിസ്കരിച്ചില്ല എന്നുള്ളതുകൊണ്ട് നമുക്കൊരു വിഷമമില്ല. അതേപോലെ നമ്മൾ വിഗ്രഹാരാധന നടത്തിയില്ല, അല്ലെങ്കിൽ വിഗ്രഹത്തിന്റെ കണി കണ്ടില്ല, കാണിക്ക വെച്ചില്ല എന്നുള്ളത് കൊണ്ട് ഇവിടെയുള്ള ഒരു ഹൈന്ദവനും ഒരു പ്രശ്നമില്ല. അവർക്ക് അതായത് ഇത് ഇവിടെയാണ് പ്രശ്നം. അതായത് ഓരോരുത്തരും അവരവരുടെ അസ്തിത്വമടക്കം ഒഴിവാക്കിക്കൊണ്ട് ലയിച്ചു ചേരലാണ് ഈ മതേതരത്വം എന്ന് മനസ്സിലാക്കുന്നത് അങ്ങേയറ്റത്തെ വിഡ്ഢിത്താണ്. എല്ലാവർക്കും അവരവരുടേതായ അസ്തിത്വമുണ്ട്, അവരവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അതെല്ലാം അവർ ചെയ്യുകയും എന്നാൽ അതോടൊപ്പം തന്നെ അവരനെ മാനുഷികമായ തരത്തിൽ പരിഗണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്. മതേതരത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ടേമിന് അപ്പുറത്തേക്ക് തന്നെ ഒരു മനുഷ്യൻ എന്ന നിലക്ക് എല്ലാവരും ആ നിലക്ക് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇത് എത്രയോ നാളായിട്ട് ഇവിടെ തുടർന്നു വരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഇന്നൊന്നിൽ തുടങ്ങിയ കാര്യമല്ല. നമുക്ക് എത്രയോ കാലമായിട്ട് നമ്മുടെ നാട്ടിൽ വിഷു ഉണ്ട്, ഓണമുണ്ട്, അതേപോലെ തന്നെ പെരുന്നാളുകളുണ്ട്, പള്ളി പെരുന്നാളുകളുണ്ട്, ഈസ്റ്റർ ഉണ്ട്. ഇതിന് ഏതെങ്കിലും മതവിശ്വാസികൾ മറ്റു മതവിശ്വാസികളെ ബ്ലെയിം ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിന് വന്നിട്ടില്ല, നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ പെരുന്നാൾ നമസ്കാരത്തിന് ഇന്ന ഹൈന്ദവ സുഹൃത്തുക്കൾ വന്നിട്ടില്ല, സോ അതുകൊണ്ട് അവർ മുസ്ലിം വിരുദ്ധരാണ്? ആരെങ്കിലും പറയോ? ഇല്ല. വിഷുവിന് കണി കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് ഏതെങ്കിലും മുസ്ലിം സഹോദരന്മാരെ ഹൈന്ദവ സഹോദരൻ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ശബരിമലയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഒഴിവാക്കുകയോ ചെയ്യൂല. കാരണം അവർക്ക് നോണാണ്, അറിയുന്ന വിഷയമാണ്, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു നിരീശ്വരവാദി ഉണ്ടെന്ന് വിചാരിക്കുക. നിരീശ്വരവാദി അവൻ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് അവന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാത്തത് എന്നുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും, നിരീശ്വരവാദിക്ക് ഒരു ദൈവത്തിലും വിശ്വാസമില്ല, അതുകൊണ്ട് തന്നെ അവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആചാരങ്ങളൊന്നും ഉണ്ടാവില്ല. മുസ്ലിമിന് അവൻ ഏകദൈവ വിശ്വാസിയാണ്, അപ്പോൾ ആ ഏകദൈവത്തിന് മാത്രമേ ആരാധനയുടെ ഭാഗമായിട്ടുള്ള എന്തും കൊടുക്കുള്ളൂ. അപ്പോൾ അവൻ മറ്റ് ആചാരങ്ങൾക്ക് ഉണ്ടാവില്ല. ഹൈന്ദവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെതായ സംസ്കാരത്തിലുള്ള കുറച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്, അത് അവനെ ചെയ്യും. ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ യേശുവിനെയാണ് രക്ഷകനായിട്ട് കാണുന്നത്, അതല്ലാത്ത മറ്റ് വിഗ്രഹാരാധന അവന് പാടില്ല, അത് വലിയ പാപമാണ്, അതുകൊണ്ട് തന്നെ അവൻ അതിൻ്റെ ഭാഗമാകില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിൽ പ്രശ്നം എന്താ അറിയോ, ഇത് ഇത്രയും കാലം നമ്മുടെ സൊസൈറ്റിയിൽ ഇത് വളരെ നോർമലായി, ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ നോർമലായി പോയതാണ്. ഇത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നതോടുകൂടി ഈ നോർമൽസി അങ്ങോട്ട് പോവുകയാണ്, വേറൊരു നോർമാലിറ്റി ഉണ്ടാവുകയാണ്. എന്ന് വെച്ചാൽ എല്ലാത്തിനെയും എല്ലാവരും അംഗീകരിക്കുക, അല്ലെങ്കിൽ എല്ലാവരും എല്ലാം ചെയ്യുക. അതായത് തങ്ങളുടെ അസ്തിത്വവും വിശ്വാസവും അടക്കം പണയപ്പെടുത്തി എല്ലാം ഈ പറഞ്ഞ ഒരു ഒഴുക്കിലേക്ക് അങ്ങോട്ട് നീന്തുക. അത് മതേതരത്വത്തിന്റെ അടിസ്ഥാന അളവുകോലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയിട്ടില്ല, അത് അങ്ങനെ ആക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് വേറെ വിഷയങ്ങളിൽ കാണാൻ പറ്റും. ഇപ്പോൾ ചില ആളുകൾ ആരെങ്കിലും ഒക്കെ ഓണത്തിനൊക്കെ പങ്കെടുക്കുന്നില്ലെങ്കിൽ, മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇത് എല്ലാവർക്കും അവിടെ ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഒരാൾ മറ്റൊരാളുടെ ആഘോഷം തടയുന്നുവെങ്കിൽ അതിനെ പ്രശ്നവൽക്കരിച്ചിരുന്നു. അതാണ് ആഘോഷത്തിലുള്ളൊരു വിഷയം. ഇപ്പം ബാസിൽക്ക വേറൊരു മാസത്തിനാണ്, ഞാൻ വേറൊരു മാസത്തിനാണ്. ബാസിൽക്കിൻ്റെ ഒരു ആഘോഷം തടയാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ മതനിരപേക്ഷത ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ ബാസിൽക്കിൻ്റെ ആഘോഷം എൻ്റെ ആഘോഷം ഒപ്പം ഒരുമിച്ച് കൂട്ടുക, ലയിപ്പിക്കുക, ഞങ്ങൾ രണ്ടുപേരും ഒപ്പം ആഘോഷിക്കുക എന്നുള്ളതല്ല, അത് തടയാതിരിക്കുക, അതിനൊരു പ്രയാസമില്ലാതിരിക്കുക. എൻ്റെ ആഘോഷത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു പ്രയാസമില്ലാതിരിക്കുക. ആ അറ്റ്മോസ്ഫിയർ നമുക്ക് വേണ്ടത്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോലെ ചില പ്രത്യേക ആഘോഷങ്ങളുടെ സമയത്ത് മുസ്ലിം പള്ളികൾ ആക്രമിക്കുക, ക്രൈസ്തവ ആരാധനാലയം ആക്രമിക്കുക, അതുണ്ടാവാതിരിക്കുക. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. എൻ്റെ ആഘോഷം മറ്റൊരാൾക്ക് പ്രയാസമാവരുത്, മറ്റൊരാളുടെ ആഘോഷം നടപ്പിലാക്കുന്നതിന് ഞാൻ എതിരും ആവരുത്, വിരുദ്ധമാകരുത്. കേരളം ഇതുവരെ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പം എന്ത് ചെയ്യാണ്, അതായിരുന്നു മുമ്പ് മതേതരത്തിൻ്റെ അളവുകൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാവുക, നമുക്ക് അവരുടെ കാര്യം ചെയ്യാൻ അവസരം ഉണ്ടാകുക. ഇത് പതുക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചില ഓണത്തിൻ്റെ വിഷയങ്ങൾ ചില ഏരിയകൾക്ക് അങ്ങനെ ആയിട്ട് കഴിഞ്ഞു. അതായത് അതിലേക്ക് പോയിട്ടില്ലെങ്കിൽ, അതിലേക്ക് പങ്കെടുത്തിട്ടില്ലെങ്കിൽ മതനിരപേക്ഷത നഷ്ടപ്പെട്ടു, സെക്യുലർ അല്ലാതായിട്ട് മാറി.
ഇത്തരം പ്രവർത്തനങ്ങൾ ഇത് ഒരുപാട് ആരാധനാ കർമ്മങ്ങളിലേക്ക് അങ്ങ് നോർമലൈസ് ചെയ്തെത്തും. അഥവാ ഞാൻ ഇവിടെയുള്ള എല്ലാ മതസ്ഥരുടെ എല്ലാ ആഘോഷങ്ങളും ആഘോഷിച്ചാലേ ഒരു സെക്യുലർ ആവൂ അല്ലെങ്കിൽ മതനിരപേക്ഷതയുള്ള അവസ്ഥയിലേക്ക് എത്തൂ എന്നൊരു കണ്ടീഷനിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുക. അതിലേക്കുള്ള യാത്രയിലാണത്. അപ്പോൾ ചോദ്യങ്ങൾ, അതായത് പിന്നെ അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ ആഘോഷിച്ചാൽ അത്തരത്തിലുള്ള സോഷ്യൽ പ്രഷർ കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതായത് ഈ കേസിൽ പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകദൈവ വിശ്വാസി എന്ന നിലയ്ക്ക് എനിക്ക് ഒരിക്കലും ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ കാണിക്ക സമർപ്പിക്കാൻ കഴിയില്ല. എന്റെ വിശ്വാസപ്രകാരം എനിക്ക് കഴിയില്ല. ഇത്രയും കാലം വളരെ നോർമലായ ഒരു കാര്യമായിരുന്നു എന്റെ ആ ഒരു വിശ്വാസത്തിലുള്ള അനുവദിക്കും ചെയ്തിരുന്നു എല്ലാവരും. ഇനി കുറച്ച് മുന്നോട്ട് പോകും, ഇങ്ങനെയുള്ള കുറച്ച് റീലുകളൊക്കെ വന്നാൽ പിന്നെ എന്ത് ചെയ്യും, കുറച്ച് ചോദ്യങ്ങൾ വരാൻ തുടങ്ങും. അതാ അവര് റീലിട്ടുണ്ടല്ലോ, ഇവർ റീലിട്ടുണ്ടല്ലോ, ഇവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മാത്രം എന്താ കണി കണ്ടാൽ എന്ന ചോദ്യം. ഇത് ഇങ്ങനെയാണ് സോഷ്യൽ പ്രഷർ രൂപീകരിക്കപ്പെടുക. അത് നമ്മൾ ഈ നിലവിളക്കിന്റെ കാര്യം, നിലവിളക്ക് മുമ്പൊക്കെ പല പിന്നെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാര് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിലവിളക്കിൽ നിന്നും മാറിയിരുന്നു. മുസ്ലിങ്ങളായ ആൾക്കാർ മുമ്പും മാറിയിരുന്നു. മുസ്ലിം മന്ത്രിമാര് മാറി നിന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകളാണ് അതിനെ പിന്തുണച്ചത്. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്തുണക്കുന്ന അവസ്ഥ വരെയുണ്ട്. പിന്നെ എന്ത് ചെയ്തു, ഇങ്ങനെ ഈ മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും ലയിപ്പിക്കുന്ന ഒരു പരിപാടി വന്നതോടുകൂടി പിന്നെ നിലവിളക്ക് കൊടുത്തൽ നിർബന്ധ ബാധ്യത, എന്തൊരു ദേശദ്രോഹമാരിയാണ് നിലവിളക്കിനോട് വിയോജിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ച് ഇതുപോലെ എല്ലാത്തിനെയും അങ്ങനെ ആക്കി മാറ്റുന്നത്. മതേതരത്വത്തിന്റെ ഡെഫിനേഷൻ മാറ്റരുതെന്നാണ് പറയുന്നത്. ഇത് സോഷ്യൽ കണ്ടീഷനെ, സോഷ്യൽ ഫാബ്രിക്കിനെ സ്വാഭാവികമായിട്ടും തകർക്കുന്ന, ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് കൊണ്ടുപോകുള്ളൂ. അതിന് ഡെഫിനേഷൻ മാറ്റേണ്ട ആവശ്യം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന സ്പെഷ്യൽ ഗുണം, സ്പെഷ്യൽ ബെനിഫിറ്റ് എന്നുള്ളതാണ്. പിന്നെ മതം തന്നെ അപ്രസക്തമല്ല. എന്താ മതം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു എന്താണ് ശരി, ദൈവസങ്കല്പത്തിൽ ഏത് സങ്കല്പമാണ് ശരി, ഏത് ആശയമാണ് ശരി, ആ ദൈവം എന്നോട് സംസാരിക്കുന്നതോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏത് വഴിയാണ് ശരി, അതിൽ ശരിതെറ്റുകളെ പറ്റി, അധാർമികതകളെ പറ്റി, അതേപോലെ തന്നെ വലിയ തിന്മകളെ പറ്റി, ചെറിയ തിന്മകളെ പറ്റി ഏത് ആശയധാര പറയുന്നതാണ് ശരി, ഇതിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഉറപ്പായ ബോധ്യമാണ് മതം. അതിൽ ഒരുപാട് മതങ്ങൾ തമ്മിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ദൈവസങ്കല്പം തന്നെ വൈരുദ്ധ്യങ്ങളാണ്. 3 കൂടി 1 ദൈവമെന്ന് ക്രൈസ്തവത പറയുന്നതും ഒരൊറ്റ ഒന്നാണ് ദൈവം എന്നുള്ളത് ഇസ്ലാം പറയുന്നതും, അതല്ല 33 മുക്കോടി എന്ന രീതിയിൽ ഒരുപാട് ദൈവങ്ങളുണ്ടെന്ന് ഹൈന്ദവത പറയുന്നതും വ്യക്തമായ വൈരുദ്ധ്യങ്ങളാണ്. ഒരുമിച്ച് പോകുന്ന സാധനമല്ല. ദൈവം ഒരേ സമയം ഒന്നായിരിക്കുകയും ഒരേ സമയം 3 കൂടി 1 ഒരേ സമയം 33 മുക്കോടി ആയിരിക്കുകയും സാധ്യമല്ലല്ലോ. അഥവാ വ്യക്തമായ പല വിഷയങ്ങളിലും വൈരുദ്ധ്യമുള്ള വ്യതിരിക്തമായ ആശയങ്ങളാണ് മതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മതം അനുസരിച്ച് ഒരാൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ വൈരുദ്ധ്യങ്ങളിൽ ചിലത് തിരഞ്ഞെടുക്കാതിരിക്കുക എന്നുള്ളത് കൂടിയാണ് അർത്ഥം. പിന്നെ എന്തിനാണത്? ഞാൻ ഒരേ സമയം ഏകദൈവ വിശ്വാസിയാകാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, പക്ഷെ ഞാൻ മറ്റ് വിശ്വാസങ്ങൾ കൂടെ ശരിയാണെന്ന് മനസ്സിലാക്കണം, അംഗീകരിക്കണം. പിന്നെന്താണ് ഇതിൻ്റെ പ്രസക്തി? അത് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പ്രസക്തി എന്താണ്? അപ്പോൾ ആ പ്രസക്തി കൂടി ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് സെക്യുലറിസത്തിൻ്റെ അല്ലെങ്കിൽ മതനിരപേക്ഷതയുടെ ഈ ഡെഫിനേഷൻ മാറ്റം കാരണമാവുക. അതിലേക്കാണ് ഇത്തരത്തിലുള്ള ചില സ്റ്റൺസ് നയിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആത്യന്തികമായി അതുകൊണ്ട് ഗുണം ഉണ്ടാക്കുക, ഈ പറഞ്ഞ പോലെ വർഗീയ വിഭജനം ഉണ്ടാക്കുന്ന ആളുകളാണ്. കാരണം കുറച്ച് ആൾക്കാരെങ്കിൽ എന്ത് ചെയ്യുന്നു, ഗുഡ് ബിലീവേഴ്സും കുറച്ച് ബാഡ് ബിലീവേഴ്സും ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു വിഭജനം ഉണ്ടാക്കി അതുകൊണ്ട് കുറേ പിന്നെ നേട്ടം കൊയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇനിയിപ്പം ഓക്കെ ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഏകദൈവ വിശ്വാസത്തിലൊന്നും വലിയ കാര്യമായിട്ട് തോന്നില്ല, അല്ലെങ്കിൽ അവൻ അത് വലിയ സംഭവമായിട്ട് എടുക്കുന്നില്ല, അവന് ബഹുദൈവ വിശ്വാസത്തിന്റെ ഭാഗമാകാനും താല്പര്യമുണ്ട്, അവൻ ചെയ്തോട്ടെ. പക്ഷെ എന്ത് ചെയ്യരുത്, ഈ രൂപത്തിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്ത് ഇതാണ് നോർമൽ എന്ന രൂപത്തിൽ മതേതരത്വത്തിന്റെ ഡെഫിനേഷൻ മാറ്റാതിരുന്നാൽ മതി. നിങ്ങളുടേതായ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ വിശ്വാസം ഇല്ലാത്ത രൂപത്തിൽ നടക്കാം, വിശ്വാസത്തിൽ ഒരു പ്രസക്തി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്. പക്ഷെ അതിനപ്പുറത്ത് പൊതുസമൂഹത്തിൽ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ കൊടുക്കാതെ, അതിനർത്ഥം നജ്മ പത്രത്തിൽ ഇത് വിശ്വാസമില്ലാത്ത ആളാണെന്നോ അങ്ങനെ നമ്മൾ ജഡ്ജ് ചെയ്യല്ല. അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള വിഷയമാണ്. നമ്മൾ ഒരിക്കലും അത്തരത്തിൽ ആരും ജഡ്ജ് ചെയ്യുന്നില്ല, ബ്ലെയിം ചെയ്യുന്നില്ല. ഈ വിഷയം ചെയ്തത് അങ്ങനെ എന്തെങ്കിലും വിശ്വാസത്തോടു കൂടിയാണെന്നല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് ഇനി ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് എല്ലാവർക്കും എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈവൻ ഒരാൾക്ക് പോയിട്ട് നേരിട്ട് പോയിട്ട് ഒരു വിഗ്രഹാരാധന നടത്താൻ പോലും ഒരു മുസ്ലിമായ ഒരാൾക്കടക്കം സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യ രാജ്യത്ത്. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. പക്ഷെ അത് ചെയ്യുന്നത് കൊണ്ട് ഇനി വിഗ്രഹാരാധന നടത്തുന്ന ഒരാൾ എന്ത് ചെയ്യരുത്, അതാണ് ഗ്ലോറിഫൈ ചെയ്യപ്പെടേണ്ടത്, അതാണ് മതേതരത്വം എന്ന നിലക്ക് എന്ത് ചെയ്യരുത്. അത് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു ഈ നിലക്കുള്ള ഒരു പ്രകടന വരുന്നതോടുകൂടി സംഭവിക്കുന്നത് വെച്ചാൽ സ്വാഭാവികമായിട്ട് അതിനോട് വിയോജിപ്പുകൾ ആളുകൾ രേഖപ്പെടുത്തും. ആ രേഖപ്പെടുത്തുന്നത് ഒരു പക്ഷേ വേറെ രൂപത്തിലായിരിക്കും സമൂഹം. ഈ വിയോജിപ്പുകളിൽ പല വിയോജിപ്പുകളും മാന്യമായിട്ടുള്ള ഭാഷയിലാണ്. പക്ഷെ ഇത് വായിക്കുന്ന പല ആളുകൾക്കും എന്ന് പറഞ്ഞാൽ, കണ്ടോ നജ്മൊന്ന് ഇത് ചെയ്തപ്പോഴേക്ക് എന്ത് ചെയ്തു, കുറെ ആളുകൾ ഹെയ്റ്റ് കൊണ്ട് വന്നു. ആക്ച്വലി ഹെയ്റ്റ് ആയിരിക്കുമല്ലോ പലരും പറയുന്നുണ്ടാവുക, വളരെ മാന്യമായ മതപരമായിട്ടുള്ള തിരുത്തലുകളാവും. പക്ഷെ അതുപോലും കുറെ ആൾക്കാർക്ക് ഇത്തരത്തിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് സംഖ്യയൊന്നും ആയിരിക്കൂല. പക്ഷെ ഇപ്പൊ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് വന്നിട്ട് നിസ്കരിച്ചു,
അപ്പോൾ നിസ്കരിച്ച ആ റീല് കണ്ടിട്ട് കുറച്ച് പിന്നെ ഹിന്ദുക്കളായ അത് ആളുകൾ മതബോധമുള്ള, മതത്തെ ഗൗരവമായിട്ട് കാണുന്ന കുറച്ച് ഹിന്ദുക്കൾ, സംഘികളല്ല, വർഗീയവാദികളല്ല, ഒന്നുമല്ല. അവർക്ക് തോന്നുകയാണ് ഇതിന്റെ ആവശ്യമില്ലല്ലോ എന്ന രൂപത്തിൽ കുറച്ച് ഹിന്ദുക്കൾ അതിനെതിരെ കമന്റ് അല്ലെങ്കിൽ അതിനെ തിരുത്തിക്കൊണ്ട് മാന്യമായ രൂപത്തിൽ തിരുത്തി എഴുതുകയാണെങ്കിൽ പോലും നമ്മൾ ഒരു പക്ഷേ ഒരു മുസ്ലിം അത് വായിക്കുമ്പോൾ കണ്ടോ മുസ്ലിം പള്ളിയിൽ വന്നതിന് ഹിന്ദുക്കൾ എതിർക്കുന്നു എന്ന രൂപത്തിലാണ് അത് വായിക്കുക. അവിടെ ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു വർഗീയത ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി സെൻസിറ്റീവായ ഇഷ്യൂ ആണ്. അതുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യും, പ്രത്യേകിച്ചും ഈ ജനപ്രതിനിധിയായ ആളുകൾക്ക് കുറച്ചുകൂടി ആവശ്യത്തിൽ എന്ത് ചെയ്യണം, കുറച്ചുകൂടി പോളറൈസേഷൻ ഉണ്ടാക്കാൻ, കുറച്ചുകൂടി ഇത്തരത്തിൽ ഒരു ഇന്റൻഷനും ഇല്ലാതെ ഇടുന്ന, അല്ലെങ്കിൽ വർഗീയമായിട്ടൊരു താല്പര്യം ഇല്ലാതെ ഇടുന്ന കമന്റുകളെ പോലും വർഗീയമായിട്ട് പുറത്തുനിന്ന് ഒരു വർഗീയതയും ഇല്ലാതെ വായിക്കുന്ന പല ആളുകൾക്കും വർഗീയമായിട്ട് തോന്നാം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്ന, ഇതുവരെ വർഗീയതയിൽ ഇതുവരെ ഭിന്നതൊന്നും ഇല്ലാത്ത പല ആൾക്കാരുടെ മനസ്സിൽ പോലും അത്തരം ചിന്തകൾ ഉണ്ടാക്കാനുള്ള കാരണമായിട്ട് ഇത് ആക്ച്വലി വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങളെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, സ്വാഭാവികമായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ സംഭവം സംഭവിക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷേ ഇൻ എഫക്റ്റ് അത് അങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ള പലയിടത്തും കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുതിരായിരിക്കും, അല്ലെങ്കിൽ അത്തരം സ്റ്റണ്ടുകൾക്ക് ആവശ്യമില്ല നിലവിൽ കേരളത്തിൻ്റെ പൊളിറ്റിക്സിൽ ഫെയർ പൊളിറ്റിക്സിൽ അതിനൊന്നും ആവശ്യമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിനുള്ള സാധ്യത നിലനിൽക്കുന്നതാണ്. അപ്പോൾ അത്തരം വഴികൾ സ്വീകരിക്കുന്നതാണ് ഏറ്റവും സമൂഹത്തിൽ ഒരു നല്ല ഒരു അവസ്ഥ ഉണ്ടാവാൻ. പ്രത്യേകിച്ച് ഈ ഒരു കാര്യം കൊണ്ടൊക്കെ എത്രത്തോളം മനസ്സുകളായിരിക്കും അകന്നിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച്. ശരിക്കും അവരുടെ ഇന്റൻഷൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കുറച്ചും കൂടി ഒരു സാഹോദര്യമായിരിക്കും ഒരുപക്ഷെ ആ പോസിറ്റീവ് ഇന്റൻഷനിലായിരിക്കും ഇട്ടിട്ടുണ്ടാവും. പക്ഷേ ശരിക്കും സംഭവിച്ചത് ഇൻ എഫക്റ്റ് ഒരുപാട് മനസ്സുകൾ അകലാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് സാധിക്കുക. അതുകൊണ്ട് വേറെ എന്തെങ്കിലും പോസിറ്റീവ് സംഭവിച്ചിട്ടുണ്ടോ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ് അല്ലേ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, പരസ്പരം ബഹുമാനിക്കുക, മനുഷ്യർ തമ്മിൽ പരമാവധി അല്ലേ പിന്നെ എല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, മാനുഷികമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ചികിത്സാ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, വീടില്ലാതെ തന്നെ ആ രൂപത്തിലൊക്കെ പരമാവധി നമ്മൾ ചെയ്തു കൊടുക്കുക. നമുക്ക് ഹൈന്ദവരായ ആളുകളോട് സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് അത്രയും ആഗ്രഹമുണ്ടോ, വീടില്ലാത്തവർക്ക് വീട് മേടിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ മരുന്നില്ലാത്തവർക്ക് മരുന്ന് വാങ്ങി കൊടുക്കുക, ഇതൊക്കെ ചെയ്തു കൊടുക്കുക. അതാണ് അവർക്ക് ഉപകാരപ്പെടുന്നത്. നമ്മൾ അമ്പലത്തിൽ പോയതുകൊണ്ട്, നമ്മൾ കണി കണ്ടതുകൊണ്ട് അവർക്ക് ഉപകാരം കിട്ടും. ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ ഭക്ഷണം കിട്ടും, വീട് വെച്ചു കൊടുത്താൽ വീട് കിട്ടും, ആരോഗ്യത്തിന് പ്രയാസമുള്ള ആളുകൾ, രോഗത്തിലുള്ള ആളുകൾ സഹായിച്ച രോഗത്തിന്റെ സഹായം അവർക്ക് കിട്ടും. ഇതുകൊണ്ട് അവർക്ക് എന്ത് ഉപകാരം കിട്ടുന്നത്? ഒരു ഉപകാരമില്ല. മാത്രമല്ല ഇനിയിപ്പോ മുസ്ലിങ്ങളോട് ആർക്കെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നിട്ട് പെരുന്നാൾ നിസ്കരിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, മുസ്ലിങ്ങളായ ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്താൽ അത് ബാക്കിയുണ്ടാവും. ഇനി മതത്തിന് ആശയപരമായിട്ട് അംഗീകരിക്കലും സ്വീകരിക്കലും ആവശ്യമെങ്കിൽ മതം പഠിക്കുക. ഹൈന്ദവതയിൽ ശരിയുണ്ടോ എന്ന് അന്വേഷിക്കണമെങ്കിൽ ഹൈന്ദവത പഠിക്കുക, അല്ലെങ്കിൽ ഇസ്ലാമിൽ ശരിയുണ്ടോ എന്ന് അന്വേഷിക്കണമെങ്കിൽ ഇസ്ലാം പഠിക്കുക. എന്നിട്ട് പഠിച്ച് ശരിയുണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ആ തരത്തിൽ മാറ്റുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഈ വിഷയങ്ങളിലൊന്നും ആർക്കും ഒരു നിലക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് ചില നെഗറ്റീവുകളടക്കം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നമ്മൾ പൊതുവിൽ ഇത്തരം വിഷയങ്ങളെ കുറച്ചുകൂടി പിന്നെ അവധാനതയോടുകൂടിയും സെൻസിറ്റീവായും എടുത്ത് തന്നെ ആ വിഷയത്തിൽ ഇതൊരു പോസിറ്റീവായൊരു ഡിസ്കഷൻ്റെ തുടക്കമിടൽ മാത്രമാണ്, ആരെങ്കിലും ബ്ലെയിം ചെയ്യാനോ മറ്റു കാര്യങ്ങളല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ആ നിലക്ക് നമ്മൾ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചോ അതേ രൂപത്തിൽ തന്നെ ഓരോരുത്തരും അവരവരുടെ അസ്തിത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസാചാര അനുഷ്ഠാനങ്ങൾ അതേപടി തന്നെ ചെയ്യുകയും എന്നാൽ അതേ സമയത്ത് അവരെന്നെ ചേർത്ത് പിടിക്കാനും അവർക്ക് മാനസികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാനും പറ്റുന്ന ഇപ്പോഴുള്ള ഒരു അന്തരീക്ഷം നിലനിർത്താൻ നമ്മളെല്ലാവരും വളരെ ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തേണ്ടത്, പ്രത്യേകിച്ചും കുളം കലക്കാൻ ഒരുപാട് ആളുകൾ ഉള്ള സ്ഥിതിക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.